എതിരാളികളെ അമ്പരപ്പിക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എന്നും മുമ്പിലായ നിതീഷ് കുമാർ ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ BJP ജയിച്ചു കയറിയതോടെ അടുത്ത നീക്കം സംസ്ഥാന സർക്കാരിനെതിരെയാവുമെന്ന് മുൻകൂട്ടി കണ്ടാണ് നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത്. നിതീഷ് കുമാർ രാജിവെക്കാനുള്ള തീരുമാനം പാർട്ടി കൈക്കൊണ്ടതാണെന്നും ഇതിൽ ഉറച്ചു നിൽക്കുമെന്നും JDU അധ്യക്ഷൻ ശരത് യാദവ് വ്യക്തമാക്കി. പുതിയ സഭാ നേതാവിനെ തിരഞ്ഞെടുക്കാനായി JDU ഇന്ന് വൈകുന്നേരം പാറ്റ്നയിൽ പാർട്ടിയുടെ നിർവാഹക സമിതി യോഗം വിളിച്ചിട്ടുണ്ട്. JDU സർക്കാരിന് നൽകിവന്ന പിന്തുണ തുടരാൻ കോൺഗ്രസ് തീരുമാനിച്ചതിന് പിന്നാലെ ലാലുവിന്റെ RJDയും JDUവും അടുക്കുകയാണെന്ന റിപ്പോർട്ടുകളും സംസ്ഥാനത്തു നിന്നും കേൾക്കാനുണ്ട്. ശരത് യാദവിന്റെ ദൂതൻ സമീപിച്ചതായി ലാലു സ്ഥിരീകരിച്ചു. ജനതാദൾ യുണൈറ്റഡിന്റെ 52 സാമാജികർ BJPയിലേക്ക് കൂറുമാറാൻ ഒരുങ്ങുകയാണെന്ന അഭ്യൂഹങ്ങളുടെ പശ്ചാത്തലത്തിൽ നിതീഷിന്റെ രാജി BJPയുടെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തിയിരുന്നു. പക്ഷേ രാജിക്ക് തൊട്ടു പിന്നാലെ RJDയുമായി രഞ്ജിപ്പിലെത്താനുള്ള അടുത്ത രാഷ്ട്രീയ നീക്കവുമായി ശരത് യാദവ് രംഗത്തെത്തിയതോടെ BJP നീക്കം പാളുകയാണ്. വിമത JDU MLAമാരിൽ 12 പേർ മാത്രമാണ് ഇപ്പോഴും BJPയോട് ചർച്ചകൾ തുടരുന്നത്. അതേസമയം ഇവർ രാജിവെച്ചാലും RJD കോൺഗ്രസ് പിന്തുണയോടെ JDUവിന് ഭരണം തുടരാനായേക്കും. എ റഷീദുദ്ദീൻ, മീഡിയ 1, ന്യൂഡൽഹി.